ഞാനിന്ന് എത്തിയത് കോഴിക്കോട് ബീച്ചിനോട് ചേർന്നിട്ടുള്ള വെള്ളയിൽ മത്സ്യബന്ധന തുറമുഖത്തിലാട്ടോ. ഇവിടെ എത്തിയത് ആദ്യം തന്നെ കണ്ട കാഴ്ച, ഇവർ പിടിച്ചെടുത്ത മത്സ്യങ്ങൾ ഈ വലയിലാണല്ലോ ഉണ്ടാവുക. ആ വലയിൽ നിന്ന് ഇതെങ്ങനെയാണ് വേർതിരിക്കുന്നത് എന്നുള്ളൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാനിത് ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നിങ്ങളിലേക്ക് അതൊന്ന് എത്തിക്കാൻ വിചാരിച്ചിട്ട് എടുത്ത ഒരു ഷോട്ടാണിത്. അതിനെ തൊട്ടടുത്തുള്ള ഈ ബോട്ടിൽ നിന്നാണ് ഇവർ വല മുകളിലേക്ക് വലിച്ചെടുക്കുന്നത് കേട്ടോ. ആ വലിച്ചെടുക്കുന്ന സാധനം കുടഞ്ഞിട്ടാണ് ആ മത്സ്യം വേർതിരിക്കുന്നത്. അതിന് തൊട്ട ബാക്കിൽ രണ്ടാൾ നിന്നുണ്ടാവും. ഇവർക്ക് കിട്ടാത്ത മത്സ്യം അവിടുന്ന് പിന്നെ ആൾ വേർതിരിക്കും. പിന്നെയും തൊട്ട ബാക്കിൽ രണ്ടാൾ നിന്നിട്ട് അവരായിരിക്കും കേട്ടോ വൃത്തിയിൽ ആ വല താഴത്തേക്ക് മടക്കി വെക്കുന്ന ആൾ. അത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് പിന്നെ തൊട്ടടുത്തതാ ഈ പൊട്ടിയ വലകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടു കേട്ടോ. ഇവിടെ മൊത്തം വലപ്പണിക്കാരാട്ടോ ഇവിടെ ഉള്ളത്. നല്ല വൃത്തിയിൽ നല്ല സെറ്റപ്പിലൊരു ഹാളിൽ ഇരുന്നിട്ടാണ് ഇവരെ വർക്ക്. പിന്നെ നമ്മളൊന്ന് നോക്കിയാൽ അടുത്ത് ഇവരെ ബോട്ടുകൾ വിത്തുന്ന സ്ഥലത്തേക്ക് എത്തി. നമുക്ക് കുറച്ച് മീനും കൂടെ ഇവിടുന്ന് വാങ്ങണം. ലാഭത്തിൽ മീൻ കിട്ടുമോ നോക്കണമല്ലോ. അപ്പോൾ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ. ബോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് മീൻ ഇറക്കുന്നുണ്ട്. മീൻ ഡയറക്റ്റ് മറ്റേ ഇപ്പോൾ കാണുന്ന ലോറികളിലേക്ക് കയറ്റുന്ന തൊഴിലാളികളാണ് കേട്ടോ. അത് ഈ ഫ്രഷ് മത്സ്യമൊക്കെ തീരെ ഐസിടാത്തത് കേട്ടോ. ഈ അയിലൊക്കെ കടന്ന് തുള്ളുക. കാരണം ഈ വലയിൽ നിന്നാണ് ഈ മത്സ്യം ഇപ്പോൾ കണ്ട അയില വേർതിരിച്ചെടുത്തത് കേട്ടോ. ആ അയിലേൻ്റെ ഒരു ഷോട്ടും കൂടെ ഞാൻ കാണിച്ചു തരാം. എന്താണ് അതിൻ്റെ ചേല് നോക്ക് നിങ്ങൾ. ഈ അയിലൊക്കെ ഡയറക്റ്റ് ലോറിയിലേക്ക് പോകുന്ന കേട്ടോ. ഐസിട്ട വലിയ ലോറികളില്ലേ ദൂരെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന ലോഡിലേക്ക് പോകുന്നതാണ്. അതിന് സംഘടനക്കാർ ഇതാ കയറ്റി കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചില്ലറ സാധനം എവിടെയെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുമ്പോഴാണ് നമ്മൾ ആ സംഭവം കണ്ടത് കേട്ടോ. കണ്ട സംഭവം എന്ന് പറഞ്ഞാൽ അതാണ്. നേരെ പോയി ഒരു കവറ് വാങ്ങി നേരെ വന്ന്, കാരണം ചില്ലറ വെക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അതായത് ഇതിൻ്റെ അടുത്ത് തന്നെയാണിത്. അപ്പോൾ ചില്ലറ വെക്കാൻ വെച്ച സാധനങ്ങളാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നത് കേട്ടോ. ഈ അയിലൊക്കെ ഒരു പെട്ടിക്ക് 1500 റുപ്യേൻ്റെ ചോടേ വരുന്നുള്ളൂ. ഇവിടുന്ന് വിളിച്ച് ഓരോരുത്തർ കൊണ്ടുവന്നത് കണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞത്. വെറുതെ പറഞ്ഞൊന്നല്ല. അങ്ങനെ നമുക്ക് അത്രയൊന്നും വേണ്ടല്ലോ. നമുക്ക് ഈ പല വക ഉള്ള സാധനം കിട്ടിയിട്ട് നമുക്ക് കാര്യമുള്ളൂ. ഇതെന്ന് പറയുന്നത് ബോട്ട് ക്ലീൻ ചെയ്യുന്ന കേട്ടോ. വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറേ പൂപ്പലും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങി ഒരു സെറ്റ് മീൻ കിട്ടോ. അത് ഞങ്ങൾ 4 ആൾ കൂടിയിട്ടാണ് വാങ്ങിയത്. 800 റുപ്യക്കാണ് ഞങ്ങൾ കച്ചവടമാക്കി. ആ മീനെ ഞാൻ അപ്പം കാണിച്ചു തരാം കേട്ടോ. അതായത് 800 റുപ്യ 4 ആൾക്കാർ കൂടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ 200 റുപ്യേൻ്റെ മീനാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ അത് ഇത്രയും മീനാണ് 200 റുപ്യ കിട്ടിയ കേട്ടോ. എന്താണ് പറഞ്ഞത്, ഡയറക്റ്റ് അവിടെ പോയാൽ നമുക്ക് മീനൊക്കെ ലാഭത്തിന് കിട്ടുമോ? അതൊക്കെ വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കൂട്ടാനുള്ള മീനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്